ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു വ്ളോഗായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വ്ളോഗ് പറഞ്ഞാൽ എൻ്റെ ഓഫീസിൽ ഓണ സെലിബ്രേഷനാണ് നാളെ, അതായത് സെപ്റ്റംബർ 14. ഇന്ന് സെപ്റ്റംബർ 13 തലേ ദിവസമാണ്. അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടാട്ടോ എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ളോഗ് ഇന്നത്തെ നാളത്തെ കൂടി ഒരു വ്ളോഗ് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലും ചെയ്യാം. ഇഷ്ടപ്പെടുന്നില്ല, കമൻറ്റ്സ് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യില്ല. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടാണ് എടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് മുണ്ടാട്ടോ എടുക്കുന്നത്. നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഇത് ഒന്ന് അയൺ ചെയ്യാണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഇതായി കിടക്കണത്. പിന്നെ ഇതാണ് അതിൻ്റെ എന്താ പറയുക, അത് ഞാൻ ഇപ്പോൾ ഇരുന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ട് പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ്. എനിക്ക് ചെറുതായിട്ട് പനിയുണ്ട്, ഇപ്പോൾ ശരിയായി വരണേ ഉള്ളൂ. അതാ അതിൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കണം. നല്ല അടിപൊളി വർക്കൊക്കെ വെച്ചിട്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൗസ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? എനിക്ക് ഭംഗിയുണ്ട്, നിങ്ങൾക്ക് ഭംഗിയുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ. അപ്പം ഇതൊക്കെ നമുക്ക് റെഡി ആയിട്ട് വള ഞാൻ ചിലപ്പോൾ ഈ ബ്ലാക്ക് വെള്ളം ഒഴിവാക്കും, ഇങ്ങനെ ഇടും. എനിക്ക് കൈ നിറയെ കുപ്പിവെള്ളം ഇടാനാണ് ഇഷ്ടം, 2 കൈ നിറയെ. പക്ഷെ ഞാൻ അങ്ങനെ ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ വെച്ചാൽ കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം. ഇതിപ്പോൾ അവിടെ ചെന്നൊക്കെ പൊട്ടിയതാവും. അപ്പോൾ ഞാൻ കുറച്ച് മിനിമലായിട്ട് ഇത്ര വെള്ളം ഇടുന്നുള്ളൂ എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നതെങ്കിൽ നാളെ മാറുമെന്ന് അറിയില്ല. പക്ഷെ നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ കാണുമ്പോൾ വേറൊരു കളറാട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ മാലയായിട്ട് ഇടുന്നത് ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. മാല ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഇടാം. സിമ്പിളായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ള മാലയാണ്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസമായി. ഞാനൊരു 7:30 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അതുകൊണ്ട് രാവിലെ വേറെ വ്ളോഗോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബസ്സിനാണ് പോണത്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടേക്ക് അച്ഛനാക്കി തരികയാണ്. പിന്നെ ബസ്സിൽ പോകും. ബസ്സിൽ ഏതോ ഭാഗ്യത്തിന് ആരും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് സാരിയൊക്കെ എടുത്ത് തൃശ്ശൂർ വരെ പോകാമെന്ന് പറഞ്ഞാൽ ടാസ്ക് തന്നെ. അപ്പോൾ ഏതോ ഭാഗ്യത്തിന് ആരും ഉണ്ടായില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇതേ നമ്മളവിടെ എത്തി. തൃശ്ശൂർ ഹയാത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ. അപ്പോൾ ഇത് സുമി മാമാണ്, പിന്നെ അസ്രതേച്ചി, പിന്നെ ഹരിത, സഞ്ജു സാറ്, ആൽവിൻ സാറ് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് വന്നാട്ടോ. അപ്പോഴാണ് വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അതേ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു. പക്ഷെ എനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. ഒരു സിപ്പ് കുടിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തു. എന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുടിക്കാൻ തീരെ വയ്യ. പിന്നെ ഞങ്ങൾ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തലേദിവസം വെച്ചിട്ടാട്ടോ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയിട്ടൊന്ന് കളിച്ചോക്കെ വിചാരിച്ച്. ആരും അങ്ങനെ കറക്റ്റായിട്ട് കളിക്കണോ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു തട്ടിക്കൂട്ട് ഡാൻസാണ്. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. തലേ ദിവസം ഒരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങളിത് പാട്ടാനെ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ച്. അപ്പോൾ ഇത് സിന്ധ്യേച്ചി ആട്ടോ, മറ്റേത് ജിനു മാം, അസ്രതേച്ചി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗ്രൗണ്ടിലേക്ക് നടക്കുകയാണ്. പിന്നെ ഞാനിനി വീഡിയോസ് സംസാരിച്ചിട്ട് കൊള്ളാക്കുന്നില്ല, വീഡിയോ നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഹോളിലൊക്കെ കയറിയിട്ട്. അപ്പോൾ അതേ സിന്ധിച്ച് എനിക്ക് സാരിയുടെ അത് ശരിയാക്കി തരിക. ബാക്കിൽ കെട്ടിയതില്ലേ, നല്ല ഊരാൻ കുടുക്ക് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേച്ചി അഴിച്ച് ശരിയാക്കി തരിക. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ടാണ് ഞാൻ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിതേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കുറച്ച് സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരുവാതിര ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇൻഡോറായിട്ട്.
ഇത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഓഫീസിലെല്ലാവരും കൂടിയിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോസ് ചെയ്യലാണ് എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ടുതൊടലുണ്ടായിരുന്നു. പിന്നെന്താ ബോൾ പാസിങ് ഉണ്ടായിരുന്നു. റൗണ്ടിൽ നിന്നിട്ട് എല്ലാവരും കൂടി ബോൾ പാസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഉറിയടിയില്ലേ, ഉറിയടി എന്ന് തന്നെയല്ലേ അതിന് പറയുക, അതുണ്ടായിരുന്നു. വടംവലി ഉണ്ടായിരുന്നു. ഇതാട്ടോ ബോൾ പാസിങ്. നല്ല രസമായിരുന്നു, നല്ല രസമുള്ള ഗെയിമായിരുന്നു. ഇതിൽ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. സദ്യ ആയിരുന്നു. ഓണത്തിന് ഓണസദ്യ തന്നെ ആവല്ലോ. നല്ല സദ്യ ആയിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിൽ പകുതി ഞാൻ മതിയാക്കി. എനിക്ക് സദ്യ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പകുതി മതിയാക്കി. ഞാൻ സാമ്പാറും തൈരും രസം അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ മുളക് വറുത്തതുണ്ടായിരുന്നു അപ്പുറത്ത്. അപ്പോൾ നല്ല സദ്യ ആയിരുന്നു കേട്ടോ. സദ്യയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമാവും. അപ്പോൾ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രുതിയാണ്. അപ്പോൾ ഞങ്ങൾ ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ അങ്ങനെ ഞാൻ വീട്ടിലെത്തി. 3:45 ബസ് കയറി. ഞാൻ വീട്ടിലെത്തിയത് 5:30-6 മണിയായി വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ അതേ വീട്ടിലെത്തി കമ്മലും മാലയും വള്ളയും ഒക്കെ അഴിച്ചു വെക്കുമ്പോഴാണ് ഒരു സമാധാനം. അപ്പം മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് മാല കഴിച്ച് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഓണം സെലിബ്രേഷൻ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ.